ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ നിലമ്പൂരിൽ പ്രചാരണവുമായി LDF-ഉം. നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്ത് ഓഫീസ് തുറന്നു. UDF നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം ചുവരെഴുത്ത് തുടങ്ങിയിരുന്നു. മുബഷിർ പി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ നിലമ്പൂരിൽ മുന്നണികളൊക്കെ തന്നെ സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ചന്തക്കുന്ന് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരെഴുത്ത് തുടങ്ങി. INTUC പ്രവർത്തകർ ജ്യോതിപ്പടിയിൽ ചുവരെഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതായിപ്പോൾ നിലമ്പൂർ കോവിലകത്ത് മുറിയിലാണ് LDF-ന്റെ ഒരു തെരഞ്ഞെടുപ്പ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. LDF-ഉം വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. തീയതി പ്രഖ്യാപിച്ചിട്ടില്ല, അതിന് മുൻപ് തന്നെ സജീവമായ തയ്യാറെടുപ്പുകളാണല്ലേ? ആണ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ഞങ്ങൾ പ്രവർത്തകർ വളരെ ആവേശത്തിലാണ്. കാരണം കഴിഞ്ഞ 8 വർഷം നിലമ്പൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, LDF സർക്കാർ നൽകിയ വികസന പ്രവർത്തനങ്ങൾ തന്നെ നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് ആവേശമാണ്. കാരണം ഇവിടെ വികസനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ല MLA രാജിവെച്ച് പോയിട്ടുള്ളത്. ഇവിടുത്തെ സ്കൂളാണെങ്കിലും റോഡാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പോൾ ബൈപ്പാസിന് MLA ഇല്ലെങ്കിൽ പോലും ഭരണാനുമതി കിട്ടിയ 227 കോടി രൂപയുടെ ഭരണാനുമതി കിട്ടി. കോളേജിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള ഭരണാനുമതി കിട്ടി. അത് MLA ഉണ്ടായിട്ടല്ല. അപ്പോൾ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ LDF-കാർക്ക് മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. ആ ഒരു ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചാവും തെരഞ്ഞെടുപ്പിനെ നേരിടുക. തീർച്ചയായും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് മണ്ഡലത്തിൽ LDF-ന്റെ പ്രതീക്ഷകൾ? LDF കഴിഞ്ഞ 2 ടൈമിൽ ജയിച്ചതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം LDF സ്ഥാനാർത്ഥി നിൽക്കുന്ന ആൾ ജയിക്കുന്ന ഉറപ്പാണ്. അത്രയേറെ വികസന പ്രവർത്തനമാണ് LDF ഗവൺമെൻറ് ഈ 8 വർഷ കാലയളവിൽ ഈ മണ്ഡലത്തേക്ക് ഫണ്ട് വിനിയോഗിച്ചത്. അത് വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും ഗതാഗത മേഖലയായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് വന്യമൃഗശല്യമാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിൽ നോക്കിയാൽ കാണാം, ഫോറസ്റ്റിൻ്റെ ഇത് കീഴിൽ തന്നെ VSS ആയാലും ഏത് NGO-കളെ സമീപിച്ചാലും നോക്കിയാലും വന്യമേഖലാ ശല്യത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച മണ്ഡലം നിലമ്പൂർ മണ്ഡലമായിരിക്കും. നിങ്ങളുടെ കൂടെ 2 തവണ ഉണ്ടായിരുന്ന MLA PV Anwar UDF-നെ പിന്തുണക്കുന്നവരല്ല, അതൊരു വെല്ലുവിളിയാവും? ഒരു വെല്ലുവിളിയാവില്ല, അത് ഞങ്ങൾക്ക് നല്ലതാവും. തീർച്ചയായും അയാൾ UDF-നെ തന്നെ പിന്തുണയ്ക്കണം. ഞങ്ങളെ തലവേദന പോയി കിട്ടും. ഈ ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഇവിടെ മാത്രമാണ് തുറന്നിട്ടുള്ളത്? മറ്റിടങ്ങളിലൊക്കെ ഓഫീസുകളൊക്കെ ആയോ? ഒരുപാട് സ്ഥലത്ത് ബൂത്ത് ഓഫീസുകൾ തുറന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വിധത്തിലും സജ്ജമാണ്. താഴെത്തട്ടിൽ തിരഞ്ഞെടുപ്പ് ശുഭപ്രതീക്ഷയാണ്. LDF ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് വോട്ടായി മാറുമെന്നതാണ് LDF-ന്റെ പ്രതീക്ഷ. എന്തായാലും ഈ കോവിലകത്ത് മുറിയിൽ മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ LDF-ഉം തുറന്നിട്ടുണ്ട്. അതിൽ ഉദ്ഘാടന കർമ്മം ഉൾപ്പെടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോവുകയാണ്. സജീവമായ തയ്യാറെടുപ്പുകൾ, അനൗദ്യോഗിക പ്രചാരണ പരിപാടികളുമായി CPM-ഉം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ.